ഇപ്പോൾ നമുക്ക് നമ്മുടെ വിരുന്നുകാരെ അമ്പരപ്പിക്കണ ഒരു റെസിപ്പിയാണിത്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഫിഷ് വെച്ചുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നിങ്ങളുടെ ഒന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇത് ഫ്ലോണ്ടർ മീനാണ്. അത് നാട്ടിൽ 1000 പല്ലി എന്നൊക്കെ പറയുന്ന മീനാണ്. ഇത് ചെറിയ മീനുകൾ, വലിയ ഏത് മീൻ വെച്ചും ഉണ്ടാക്കാം. ഇത് റെഡ് സ്നാപ്പറോ അങ്ങനെ ഏതെങ്കിലും വെച്ച് ഒക്കെ ഉണ്ടാക്കാം. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്തൊന്നങ്ങ് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ മീൻ തിരുമ്മി മാറ്റി വെച്ചു. ഇനി നമുക്കിതിന് കുറച്ച് അരപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കടുക്, ജീരകം, കുരുമുളക്, അല്പം മല്ലി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി. ഞാൻ ഇതുപോലത്തെ വലിയ വെളുത്തുള്ളി ഒരു 4 എണ്ണമാണ് എടുത്തേക്കുന്നത്, അരിഞ്ഞിട്ടതാണ്. പിന്നെ ഒരു കാശ്മീരി ചില്ലിയാണ്, 4 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇത് 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് പേസ്റ്റും ആക്കി എടുക്കണം. അപ്പം അത്രയും ചെയ്തിട്ട് ബാക്കി കാര്യം നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. തക്കാളിയും മറ്റുള്ള അരപ്പുകളൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിവിടെ ഇരിക്കട്ടെ. നമുക്ക് മീൻ ആദ്യം ഒന്നിഞ്ഞ് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എണ്ണയിലിട്ടതെല്ലാം ഒന്നിഞ്ഞ് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് വറക്കണ്ട, 2 വശം ഒരുവിധം ഒന്നിഞ്ഞ് ഉരിഞ്ഞ് വരത്തക്ക രീതിയിൽ വറുത്തെടുക്കാം. ഒരുവിധം എണ്ണയിൽ, എന്നിട്ട് ഈ എണ്ണ തന്നെ നമുക്ക് ബാക്കിയുള്ളതിനും കറി വയ്ക്കാനുള്ളതിനും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മീൻ ഒരു വശം ഒന്നങ്ങ് മറിച്ചിട്ടു. അത് ഈ ഫ്ലോണ്ടർ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും പൊടിയും. അപ്പോൾ ഞാൻ പതിയെ ഇങ്ങനെ മറിച്ചിട്ട് ഇനി ആ വശം കൂടെ ഒന്ന് പതിയൊന്നും വെന്താൽ മതി. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് അവിടെ ഒന്ന് ഒരു വശം കൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ആ സമയത്തിന് നമ്മുടെ ഇന്നത്തെ ആത്മീയ ഭക്ഷണം കൂടെ ഒന്ന് ചിന്തിക്കാം. എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ചു. എന്നാൽ എന്നെ കേട്ട ആരെങ്കിലും ഇന്ന് കർത്താവിനെ ഉള്ളത്തിൽ വഹിച്ചവരായിട്ടുണ്ടോ? ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ ജനിച്ചിട്ടുണ്ടോ? അങ്ങനെ ജനിക്കാത്തവർക്ക് കർത്താവ് ഉള്ളത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 2:14 ഇപ്രകാരം പറയുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇത് ആട്ടിടയന്മാരോട് ദൂതൻ വന്ന് ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ദൂതന്മാർ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ആ ഒരു ദൈവത്തിന് മുഴുവൻ മഹത്വം കരയേറ്റിയ ഒരു ഭാഗമാണ് ഇവിടെ. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഭൂമിയിൽ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അങ്ങനെയുള്ള ദൈവത്തെ, കർത്താവിനെ സ്വീകരിക്കുന്ന മനുഷ്യർക്ക് സമാധാനം യേശു നമുക്ക് തന്നിട്ടുള്ളതാണ്. ആ സമാധാനത്തിൽ എല്ലാ മനുഷ്യരും വരുവാൻ തക്കവണ്ണം, ജീവിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ ഒരുവിധം മീനങ്ങ് ആയിട്ടുണ്ട്. ഞാൻ മറ്റൊരു കടായിലേക്ക് ഈ എണ്ണ അങ്ങ് ഒഴിക്കാം. അപ്പോൾ അതിലകത്തേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വറുത്തത് ഞാൻ മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റിയല്ല, ഈ എണ്ണ ഇങ്ങോട്ട് എടുത്തൊഴിക്കുകയാണ്. എണ്ണ ചൂടായതിലേക്ക് നമുക്കതല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഉലുവായും ഇടാം, ഒരല്പം ഉലുവ. കടുക് ഉലുവായും പൊട്ടി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി,
പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് അതിട്ട് കൊടുക്കാം. ഈ അരപ്പ് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി, നല്ലപോലെ വഴറ്റിയ അരപ്പൻ്റെ പച്ചമണം ഒക്കെ പോത്തക്ക രീതി നല്ലപോലെ ഒന്നങ്ങ് വഴറ്റാം. ഇപ്പം അരപ്പ് നന്നായിട്ടൊന്ന് വഴന്ന എണ്ണ തെളിഞ്ഞ് വന്നു. അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി കളറുള്ള കാശ്മീരി ചില്ലി പൗഡറാണ്, അതിട്ട് കൊടുക്കാം. എരിവെല്ലാം അവരവരുടെ ആവശ്യത്തിന് ഇട്ടോണം. ഇത് പച്ചമുളക് മറ്റേ കാശ്മീരി മുഴുവൻ മുളകും എല്ലാം അരച്ചിട്ടുള്ളതാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ ടൊമാറ്റോ അരച്ച് വെച്ചത് അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. ഇപ്പം ടൊമാറ്റോ ഇട്ട് അതും നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നു. ഇനി അതിലേക്ക് അല്പം വെള്ളം, മിക്സി കഴുകിയ വെള്ളമാണ് അരച്ചിട്ട്, അപ്പം അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പൊക്കെ പാകത്തിനായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ പറക്കിയിടാം. ഇപ്പം മരപ്പ് അതെല്ലാം തിളച്ചു. ഇനി നമുക്ക് പതിയെ മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കഷ്ണങ്ങളെല്ലാം അതിനകത്തേക്ക് ഇട്ടു. ഇനി ഇതൊരു 5-6 മിനിറ്റ് തിളയ്ക്കേണ്ട കാര്യമുള്ളൂ. മീൻ ഓൾറെഡി എണ്ണയിൽ കിടന്ന് വറുത്തപ്പോൾ തന്നെ വെന്തിട്ടുണ്ട്. ഫ്ലോണ്ടർ മീൻ പെട്ടെന്ന് വേകുന്നതാണ്. അപ്പോൾ ഇത് അല്പസമയം മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിലിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ മല്ലിയില അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, പാഴ്സലിയാണ്. ഇവിടെ അതിട്ടാൽ ഇഷ്ടമാണ്. അപ്പം ഇനി നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് പകർത്താം. നിങ്ങൾക്കും പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ഫിഷ് കറിയാണ്. അപ്പോൾ എല്ലാവരും അടുത്ത വിരുന്ന് കൊടുക്കുമ്പോൾ ഈ ഫിഷ് കറി ഉണ്ടാക്കി കൊടുക്കണം. വീണ്ടും നമ്മൾ അടുത്ത ആഴ്ച കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.